നമ്മൾ കുറെ ആയില്ലേ ക്ലേ ഒക്കെ വെച്ചിട്ട് ക്രാഫ്റ്റിംഗ് ചെയ്തിട്ട്. അപ്പൊ ഇന്നൊരു അടിപൊളി ഡെസ്ക് ഡെക്കോർ ആയാലോ. അപ്പൊ ഇതാ ആദ്യം തന്നെ ഒരേ അളവിൽ ഒരു പേപ്പറും കാർഡ്ബോർഡും പീസും വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പൊ ഇനി മൊത്തം ക്ലേ കൊണ്ടുള്ള പരിപാടിയാണ്. അപ്പൊ ആദ്യം തന്നെ ഇതാ ഈ പച്ചക്കളർ എടുത്തിട്ട് ഒരു തണ്ട് പോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഇല ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ദാ ഇതേപോലെയൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇലന്റെ ഷേപ്പ് ഇട്ടു. ഇനി ആയിക്കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഒരു സൺഫ്ലവർ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ അതിന്റെ ആ സെന്ററത്തെ ഭാഗം ഉണ്ടല്ലോ, അതിന് ഇതാ ഈ കാപ്പി കളർ എടുത്തിട്ട് ഇതേപോലെ റൗണ്ടിൽ വെച്ച് ഒട്ടിച്ചിട്ട് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പൂ ഉണ്ടാക്കാൻ ഇതേപോലെ യെല്ലോ കളർ എടുത്തിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു റൗണ്ട്സുകളാക്കി എടുക്കുക. ഇതാ നമുക്ക് നേരത്തെ ഒട്ടിച്ച് വെച്ചതിന്റെ അതിന്റെ സൈഡിൽ കൂടെ ഇതേപോലെ ഇങ്ങനെ ചുറ്റിലും ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു സൺഫ്ലവർ ആണെന്ന് തോന്നിക്കാൻ ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ സെന്റർ കൂടി. അപ്പൊ അത് രണ്ടും ഒരേപോലെ ചെയ്യുക. എന്നിട്ട് വൈറ്റ് കളർ എടുത്തിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു റൗണ്ട് ആക്കിയിട്ട് അതിന്റെ ഒരു ബോർഡർ പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ടേബിളിൽ വെക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് മടക്കിയിട്ട് ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക അതിമേല്. അപ്പൊ നമ്മളെ ഡെസ്ക് ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ.